അബൌട്ട് ജെഫ്രി എപ്സ്റ്റീൻ പാർട്ട് 2. ഒട്ടും എറിവില്ലാത്ത അല്ലെങ്കിൽ ഒരു സൈക്കോപാത്ത് രീതിയാണ് എപ്സ്റ്റീൻ. നമ്മൾ എപ്സ്റ്റീൻ ഫയൽസ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം എപ്സ്റ്റീൻ്റെ വിക്ടിംസ് ഫിസിക്കലി മെൻ്റലി അബ്യൂസ്ഡ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ ഈ വിക്ടിംസ് പറയും എനിക്ക് മെൻ്റലി ഓക്കെ അല്ല അതല്ലെന്ന് പറയുമ്പോൾ എപ്സ്റ്റീൻസ് ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കും കൊണ്ടുപോയി. അത് എപ്സ്റ്റീൻ്റെ ആൾ തന്നെയാണ്, ഹെൻറി ജേക്ക് എന്നാണ് പുള്ളീൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെ പ്രശ്നം പറയുന്നവരെ പുള്ളീൻ്റെ അടുത്തോട്ടേക്ക് വിടും. എന്നിട്ട് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളി അബ്യൂസ് ചെയ്യും. ഇതാണ് എപ്സ്റ്റീൻ്റെ ഒരു ഇത്. ഇത് എപ്സ്റ്റീനെ നമുക്ക് മനസ്സിലാക്കാം പുള്ളി ഇങ്ങനെയുള്ള ഒരാളാണ്. അങ്ങനെ ആ സൈക്കോളജിസ്റ്റിനെതിരെയും കേസ് തോന്നി. പക്ഷേ ജെഫ്രി എപ്സ്റ്റീൻ അത് പൈസ കൊടുത്ത് ഒതുക്കി പിൻവലിപ്പിച്ച്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ പുള്ളി പൈസ മുടക്കി അത് പിൻവലിപ്പിക്കുന്നത്. പുള്ളിക്ക് ഒരു ലോയറിനെ ഹയർ ചെയ്യാമെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്ററിനെ ഹയർ ചെയ്യാൻ പറ്റും. സോ പറയുന്നത് ഇത്രയും പുള്ളി അപ്പോൾ ഹൈഡ് ചെയ്യിപ്പിച്ചിട്ട് പോലും ഇൻ്റർനെറ്റിലുള്ള 3 മില്യണിന് മേലെയുള്ള ഫയൽസാണ്. സോ അപ്പോൾ ഇനി എത്ര വരാൻ ബാക്കി കിടക്കുന്നുണ്ടായിരിക്കും. ഫയൽസിൻ്റെ ഡീപ്പറായിട്ട് പോകുന്നവരും വലിയ നിഗൂഢതകൾ നിറഞ്ഞ സംഭവങ്ങളൊക്കെയാണ്. എന്ന് വെച്ചാൽ ഡാർക്കസ്റ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പറയുന്നത് അയാൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ ഹയർ ചെയ്ത് ഏകദേശം 6 ലോക്കറുണ്ട്. ഇത് ഫുള്ളും തുറന്നിട്ടില്ല. ഇത് 6 ലോക്കർ എത്രയോ ലോക്കറേ ഓപ്പൺ ആയിട്ടുള്ളൂ. അതിൽ നിന്നാണ് ഈ 3 മില്യൺ ഫയൽസ് ഇൻ്റർനെറ്റിൽ കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ഫുള്ള് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല. സോ അത്രയും ഉണ്ട് ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.